എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ വ്യക്തിപരമായ ഒരു 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 വിരോധമില്ല. പക്ഷേ എനിക്ക് ആശയപരമായ വിയോജിപ്പ്. അത് മറ്റൊന്നുമല്ല, ഇദ്ദേഹം SNDP യോഗം എന്ന് പറഞ്ഞ മഹത്തായ ഒരു പ്രസ്ഥാനമാണ്. എത്രയോ മഹാത്മാ ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള മഹാത്മാക്കൾ, മഹാനേതാക്കൾ നയിച്ചൊരു പ്രസ്ഥാനം, ശ്രീനാരായണ ഗുരു അനുഗ്രഹിച്ചൊരു പ്രസ്ഥാനം. അവരെല്ലാം ഉന്നയിച്ച ഏതൊരു സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയാണോ, ഏതൊരു ജനനന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീക്കാനാണോ ഇതെല്ലാം മുന്നോട്ട് നീക്കിയത്, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രവർത്തനം അദ്ദേഹം മുന്നോട്ട് നീക്കി എന്ന് കേരളീയ സമൂഹത്തെ അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്താൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. ഞാൻ ആലോചിക്കും, സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ വളരെ ദുഃഖമുണ്ട്. കാരണം കേരളീയ നവോത്ഥാനത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അതിനുവേണ്ടി ആത്മാർത്ഥമായി ശ്രമിച്ച ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന പദവിയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, അദ്ദേഹത്തിൻ്റെ ഭാഷ, അദ്ദേഹം സംസാരിക്കുന്നതിലെ ഉള്ളടക്കം, ആ രീതി, ശരിക്കും പറഞ്ഞാൽ ഞാൻ വളരെ ദുഃഖത്തോട് പറയുകയാണ്, SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയുടെ ഭാഷ, വെള്ളാപ്പള്ളിയുടെ ഭാഷ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസമൊക്കെ സംസാരിച്ചെന്താ, കേവലം കവലച്ചട്ടമ്പികളുടെ ഒരു രീതിയല്ലേ അദ്ദേഹം അവലംബിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി വിരോധമുള്ളത് പറയല്ല. അദ്ദേഹത്തിൻ്റെ രീതി എന്താ, അദ്ദേഹം സ്വയം ആലോചിക്കണം. വെള്ളാപ്പള്ളി മാധ്യമങ്ങളോട് ഏതെങ്കിലും വ്യക്തിയോടുള്ള അഭിപ്രായ വ്യത്യാസം തുറന്നു പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഷ, അതിലെ ഉള്ളടക്കം, ആ രീതി ആ സ്ഥാനത്തിന് യോജിച്ചതാണോ? അല്ല, ഒരു മിനിറ്റ്, അപ്പം ആ സ്ഥാനത്തിന് യോജിച്ചതാണ്? ഒരിക്കലുമല്ല. ശരിക്കും പറയട്ടെ, നിരവധി കുറ്റകൃത്യങ്ങൾ, നിരവധി ക്രിമിനൽ കേസുകൾ, യഥാർത്ഥത്തിൽ സ്വന്തം കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക, പാവപ്പെട്ടവനെ ചൂഷണം ചെയ്യുക, അവന് വേണ്ടി വിഭാവനം ചെയ്ത സമ്പത്ത് ചൂഷണം ചെയ്യാൻ ശ്രമിക്കുക, അതിൻ്റെ പേരിൽ നിരവധി കേസുകൾ നിലനിൽക്കുക. ഈ മഹേശൻ്റെ വിഷയം തന്നെ എന്താ, എന്തൊരു മനുഷ്യത്വരഹിതമായ സമീപനമാണ് അദ്ദേഹത്തിൻ്റേത്. മഹേശൻ കൃത്യമായി തൻ്റെ ആത്മഹത്യ കുറിപ്പിൽ പറയുന്നു, താൻ നേരിടുന്ന ഭീഷണി, താൻ നേരിടുന്ന മാനസികമായ പീഡനം, അതെല്ലാം കുറിച്ചു വച്ചിട്ടാണ് അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്, സ്വയം ജീവൻ വെടിഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ അതേക്കുറിച്ചൊരു അന്വേഷണം സത്യസന്ധമായി നടത്തിയാൽ വെള്ളാപ്പള്ളിയുടെ സ്ഥാനം എവിടെയായിരിക്കുമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടില്ല. പക്ഷേ തൻ്റെ ആ സ്ഥാനം, പദവി അത് ദുരുപയോഗപ്പെടുത്തി അന്നത്തെ ഭരണാധികാരികളെ സമ്മർദ്ദത്തിലാക്കി സ്വാധീനിച്ച് ഇതിൽ നിന്നെല്ലാം രക്ഷ നേടാനാണ് ശ്രമിക്കുന്നത്. മഹേശൻ ആത്മഹത്യ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഉഷാദേവി അന്നത്തെ മുഖ്യമന്ത്രി പിണറായിക്ക് കത്ത് കൊടുത്തു, അപേക്ഷ കൊടുത്തു, അന്വേഷിക്കണം, സത്യം പുറത്തു കൊണ്ടുവരണം. അവരുടെ ഈ പ്രശ്നം വളരെ ന്യായമായി ഇടപെടേണ്ടതാണ് എന്ന ബോധ്യമുള്ളതുകൊണ്ട്, മാനുഷികമായൊരു പരിഗണന അർഹിക്കുന്നതാണ് എന്നുള്ളതുകൊണ്ട് ഞാനും ആ ആവശ്യം അന്നത്തെ മുഖ്യമന്ത്രി പിണറായിയോട് 2 തവണ ഉന്നയിച്ചു, കത്ത് കൊടുത്തു. ഒരു നടപടിയും ഉണ്ടായില്ല, എല്ലാം തമസ്കരിക്കപ്പെട്ടു. ഒരു അന്വേഷണ പ്രഹസനം നടത്തി, ഒന്നും ചെയ്തില്ല. അവസാനം ആ കേസ് തേഞ്ഞു മാഞ്ഞു പോകുന്ന ഒരവസ്ഥയിലെത്തി. നമുക്കറിയാം വെള്ളാപ്പള്ളിയുമായി പിണറായി വിജയനൊക്കെ സംഭവിച്ച ദുരന്തം എന്താണ്. വെള്ളാപ്പള്ളിയുമായുള്ള കൂട്ടുകെട്ട്, അവരുടെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ഇടവരുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വെള്ളാപ്പള്ളിയുമായുള്ള കൂട്ടുകെട്ടാണ്. കാരണം വെള്ളാപ്പള്ളിയെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സ്വന്തം സമുദായത്തോടൊരു താല്പര്യമില്ല, അവരുടെ നന്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, സമൂഹ നന്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സ്വന്തം നേട്ടങ്ങൾ.